ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ടോകലമിനാണ്. ഇപ്പൊ കണ്ടോ, എന്റെ ഫേസ് ഇച്ചിരി മാറ്റായിട്ടിരിക്കുവാണ്. നന്നായിട്ട് ഓയിലി സ്കിന്നാണ് എൻ്റെ. അപ്പൊ ഈ സമ്മറും കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓയിലായിട്ടിരിക്കും. അപ്പം ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത്. അപ്പം ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നൈറ്റ് കിടന്നുറങ്ങുമ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയും. അങ്ങനെ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ റീസെന്റ് മേടിച്ചതാണ്. അപ്പൊ ഞാൻ വെച്ചാൽ എന്നെ റിവ്യൂ ചെയ്യണമെന്ന്. കാരണം ഓയിലി സ്കിന്നുള്ളവര് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണിത്. ഡ്രൈ സ്കിന്നുള്ളവർ അധികം യൂസ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഒന്നുകൂടെ അവരുടെ സ്കിന്ന് ഡ്രൈ ആവത്തുള്ളൂ. അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിപ്പം 2 ഉണ്ട്. ഞാൻ ഒരു 120 ml മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 30 ml മേടിച്ചിട്ടുണ്ടായി. 30 ml ഒരു ഏകദേശം റേറ്റ് ഒരു 80 റുപ്പീസാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ വലുതാണെങ്കിൽ ഒരു 220 റുപ്പീസിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. ഇതിലെ പ്രൈസ് ഞാൻ ഇപ്പൊ പറയുന്നത്. നമ്മൾ ഷോപ്പിൽ മേടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാല് നൈറ്റ് നന്നായിട്ട് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇതുണ്ടോ കുറച്ച് ഡ്രോപ്സ് എടുത്താൽ മതി. അത്യാവശ്യം തിക്കിൽ ഇടണം, ഒരുപാട് തിന്നായിട്ട് ഇടരുത്. എന്റെയൊക്കെ നല്ല ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം തിക്കിലാണ് ഇടുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്തൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം ക്രീമി ആയിട്ട് ഉള്ള ടെക്സ്ചറാണ്. ക്രീമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് സ്റ്റിക്കിങ് കൂടെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റ് ഫിനിഷ് ആയി മാറും. അതാണ് ഇതിന്റെ ഒരു മാജിക്. അതുകൊണ്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യണേ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വൈറ്റ് കാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പക്ഷെ ഇത് ഇട്ട പാടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആവും. ഞാനാണെങ്കിൽ ഇപ്പൊ ഇത് നൈറ്റ് മാത്രമല്ല ഡേ ടൈമിലാണെങ്കിലും പുറത്തു പോകുമ്പം ഇപ്പൊ നമുക്ക് അധികം മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് കുറച്ച് ലാക്ടോകലമിൻ എടുക്കും. സൺസ്ക്രീനും ഈ ലാക്ടോകലമിനും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഈ എക്സസ് ഓയിലെല്ലാം അബ്സോർബ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഫേസ്. ഇപ്പൊ കണ്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാം, ഓയിലി സ്കിൻ ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിൻ ഉള്ളവർ ഒട്ടും യൂസ് ചെയ്യണ്ട, കാരണം ഒന്നുകൂടെ അവരുടെ സ്കിന്നെ ഡ്രൈ ആക്കും. അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവർക്ക്, ഓയിലി സ്കിൻ ഉള്ളവർക്ക് എന്തായാലും പിമ്പിൾസും കൂടെ കാണും. അപ്പം അങ്ങനെ പിമ്പിൾ ഉള്ളവരാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് കൂടുതലും പിമ്പിൾസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ശരിക്കും എന്റെ ഓയിലി സ്കിൻ ആണെങ്കിലും പിമ്പിൾസ് കുറവാണ്. ചിലവർക്കാണെങ്കിൽ ഓയിലി സ്കിൻ ഉണ്ടാവായിരിക്കും, അവർക്ക് ഈ പിമ്പിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാത്തിനും യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യോ, എന്നിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. ആയിട്ട് അബ്സോർബായി മാറ്റ് ഫിനിഷ് ആയിട്ടിരിക്കുവാണ്. നമുക്കിനി വേറെ മേക്കപ്പ് ഒന്നും ചെയ്താലും കുഴപ്പമില്ല, കാരണം ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. ഇത് നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ 3-4 പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ആ എക്സസ് ഓയിലിൻ്റെ ആ സ്കിന്നിലുണ്ടായിരുന്ന എക്സസ് ഓയിലെല്ലാം പോയിട്ട് നല്ലൊരു മാറ്റ് ലുക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും യൂസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും.